ടുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മാത്സ് ആയിരിക്കും മിക്കവാറും കുട്ടികളും പേടിക്കുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. +1 മാത്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിരുന്നു, ഒരുപക്ഷെ 10th എളുപ്പമായിരുന്നു ഒക്കെ ചില കുട്ടികൾ പറഞ്ഞു കേൾക്കാറുണ്ട് +1 മാത്സ് എന്ന് പറയുന്നത്. എന്നാൽ +2 കുറിച്ച് നമ്മുടെ സീനിയേഴ്സ് ഒരുപക്ഷെ നമ്മളോട് പറഞ്ഞു തന്നത് അങ്ങനെ ആയിരിക്കില്ല. നമുക്ക് കുറെ ചാപ്റ്റേഴ്സ്, വലിയ ചാപ്റ്റേഴ്സ് വരാനുണ്ട് അല്ലെ? ശരിയാണ്. നമുക്ക് +2 നമുക്ക് മാത്സിനെ സംബന്ധിച്ചിടത്തോളം 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 13 ചാപ്റ്റേഴ്സിനെ ഒരു സ്ട്രെങ്ത് വൈസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ചാപ്റ്റേഴ്സും നല്ല കണ്ടന്റ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, +1 14 ചാപ്റ്റർ ആയിരുന്നു നിങ്ങൾ ഫേസ് ചെയ്തിരുന്നത് അല്ലെ? 2 ചാപ്റ്റർ റിമൂവ് ചെയ്തത് മാറ്റി നിർത്തുകയാണെങ്കിൽ 14 ചാപ്റ്റേഴ്സ്, അതിൽ 10 ചാപ്റ്റേഴ്സും സിമ്പിൾ ചാപ്റ്റർ ആയിരുന്നു. എന്നാൽ +2 സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഓക്കെ, അതില് കുറച്ച് ചാപ്റ്റേഴ്സ്, അതായത് ആക്ച്വലി നമ്മൾ പറയാറുള്ളത് ഒരു 3 ചാപ്റ്റർ മാത്രമാണ് ചെറിയ സിമ്പിൾ ചാപ്റ്റേഴ്സ് ഉള്ളത്, ചെറിയ ചാപ്റ്റേഴ്സ് ഉള്ളത്. ബാക്കി 10 ചാപ്റ്റർ എടുക്കുമ്പോഴും ആ 10 ചാപ്റ്റർ ഒന്നെങ്കിൽ ആവറേജ് ലെവൽ കണ്ടന്റ് ഉള്ള ചാപ്റ്റേഴ്സോ അല്ലെങ്കിൽ അത്യാവശ്യം വിശാലമായ കണ്ടന്റ് ഉള്ള ചാപ്റ്റേഴ്സോ ആണ്. അപ്പൊ അതുകൊണ്ട് +2 മാത്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ എന്റെ കുട്ടികളോട് പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾ അപ് ടു ഡേറ്റ് ആവുക എന്നുള്ള കാര്യമാണ്. +2 നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് +2 നല്ല സ്കോർ മാത്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഫുൾ മാർക്ക് തന്നെ മാത്സിൽ നേടണമെങ്കിൽ അപ് ടു ഡേറ്റ് ആവുക. അപ് ടു ഡേറ്റ് ആവാനുള്ള കാരണം ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ഓക്കെ, ഒരുപാട് കണ്ടന്റ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പൊ കാൽക്കുലസ് തന്നെ എടുക്കുക, 5ാമത്തെ ചാപ്റ്റർ മുതൽ നമ്മുടെ കാൽക്കുലസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ് 5ാമത്തെ ചാപ്റ്റർ. 6ാമത്തത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. 7ാമത്തത് ഇന്റഗ്രേഷൻ ആണ്. 8ാമത്തത് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനും 9ാമത്തത് ഡിഫറൻഷ്യൽ ഇക്വേഷനുമാണ്. ഇതിലെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ മാറ്റി നിർത്തിയാൽ ബാക്കി 4 ചാപ്റ്ററും നല്ല കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ്. ഓക്കെ, ഓരോന്നിലും മിനിമം ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 100+, ചില ചാപ്റ്റർ 150+, അതിലൊരു ചാപ്റ്റർ 250 മുകളിൽ അടക്കം ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്ന, സോൾവ് ആൻഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് എക്സാമിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഈ ചാപ്റ്റേഴ്സ് മുഴുവൻ പഠിച്ചു തീർക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇത് പഠിച്ചു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുമ്പ് നിങ്ങളുടെ സീനിയേഴ്സ് പലപ്പോഴും നിങ്ങളോട് മാത്സ് അത്യാവശ്യം ഒന്ന് കെയർ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യ ചാപ്റ്റർ മുതൽ തന്നെ കൃത്യമായി കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, അപ് ടു ഡേറ്റ് ആവുക. ഓക്കെ, അന്നന്ന് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ പോയിട്ട് എക്സ്ട്രാ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തിരിക്കാം. ഓക്കെ, പരമാവധി കാര്യങ്ങളെ കോൺസെപ്ച്വലി മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം കഴിയുന്ന സമയത്ത് മാത്സ് നിങ്ങൾക്ക് പേടിക്കേണ്ടാത്ത ഒരു സബ്ജക്റ്റായി മാറും. അത്യാവശ്യം +2 അപ് ടു ഡേറ്റ് ആവുന്ന എല്ലാ കുട്ടികളും പൊതുവിൽ പറയാറുള്ളത് മാത്സ് ഈസ് ഈസി എന്നാണ്. അപ് ടു ഡേറ്റ് അല്ലാത്ത ലാസ്റ്റിലേക്ക് എക്സാം പ്രഖ്യാപിക്കുമ്പോൾ മാത്രം നമ്മൾ പഠിച്ചു തുടങ്ങുന്ന കുട്ടികളാണ് പൊതുവിൽ മാത്സ് ഭയങ്കര ടഫാണ് +2 എന്ന് പറയാറുള്ളത്. അല്ലാത്ത കുട്ടികളൊക്കെ ഒന്നെങ്കിൽ മോഡറേറ്റ് എന്നോ അല്ലെങ്കിൽ ഈസി എന്നോ പറയുന്ന കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്കും ഈസി എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യ ദിവസം മുതൽ തന്നെ നിങ്ങൾ കൃത്യമായി പ്രിപ്പയർ ചെയ്യുക, കൃത്യമായി പ്ലാൻ ചെയ്യുക, അതിനനുസരിച്ച് അപ് ടു ഡേറ്റ് ആവാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ. താങ്ക് യു. Target Learning App, Kerala's most trusted learning partner.